എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയ കുടുംബാംഗങ്ങളെ, ഇന്ന് നമ്മുടെ കുടുംബത്തിലുള്ള ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ്. എന്താണെന്നറിയാം? പ്രണയ സാഫല്യം നേടാൻ പറ്റാത്ത നിരവധി ആൾക്കാരുണ്ട്, അല്ലേ? ആർക്കെങ്കിലും മറ്റൊരാളോട് ഒരു സ്നേഹം തോന്നുന്നു, പക്ഷെ അത് ഫലവത്താവുന്നില്ല. എത്ര ഞാൻ അങ്ങോട്ട് സ്നേഹിച്ചിട്ടും തിരിച്ചിങ്ങോട്ട് എനിക്ക് സ്നേഹം കിട്ടുന്നില്ല. അത് കാമുകിക്ക് കാമുകനോടാവാം, കാമുകന് കാമുകിയോടുമാകാം, അച്ഛന് മക്കളോടാകാം. എത്രയോ നല്ലോണം അങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ തിരിച്ചിങ്ങോട്ടൊന്നും കിട്ടുന്നില്ല. പ്രതീക്ഷിച്ച് അവർ മോശമായിട്ടാണ് പെരുമാറുന്നത്. ഭാര്യ ഭർത്താവിനോട്, ഭാര്യ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും ഭർത്താവിൻ്റെ അന്ന് മോശമായിട്ടുള്ള ഇതാണ് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ സഹോദരിക്ക് സഹോദരനോട്, ഭർത്താവിന് ഭാര്യയോട്, അങ്ങനെ ആർക്കു വേണമെങ്കിലും ഇത് ചെയ്യാം. പ്രത്യേകിച്ച് ഇത്തരത്തിൽ കളങ്കമില്ലാതെ നമ്മൾ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ട്, തിരിച്ചിങ്ങോട്ടൊന്നും കിട്ടുന്നില്ല. അതല്ലാതെ അവരെ വഞ്ചിക്കാനോ തട്ടിപ്പ് നടത്താനല്ലോ. ഒരു പെൺകുട്ടിക്ക് ഒരു ചെറുക്കനോട് സ്നേഹമുണ്ട്, അല്ലെങ്കിൽ ചെറുക്കന് പെൺകുട്ടിയോട് സ്നേഹമുണ്ട്. താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി അല്ലെങ്കിൽ താൽക്കാലിക സുഖത്തിന് വേണ്ടിയിട്ട് ആണ് ഇത്തരത്തിലുള്ള പ്രണയമെങ്കിൽ അതിന് ഈ മന്ത്രം ഉപയോഗിച്ചിട്ട് കാര്യമില്ല എന്നർത്ഥം. ഇത് യഥാർത്ഥത്തിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ രാധയോട് എങ്ങനെയാണോ, രാധാദേവിക്ക് കൃഷ്ണനോട് എങ്ങനെയാണോ, അതുപോലെ പവിത്രമായിരിക്കണം എന്നർത്ഥം. അപ്പോൾ പലരും പറയും രാധയും കൃഷ്ണനും തമ്മിൽ ആയതുപോലെ എന്ന് പറയുമ്പോൾ ആ കൃഷ്ണൻ രാധയെ വിവാഹം കഴിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ചില ആൾക്കാർ പറയാറുണ്ട്. എന്നാൽ തെറ്റാണ് കേട്ടോ. രാധയും കൃഷ്ണനും തമ്മിൽ വിവാഹം നടന്നിട്ടുണ്ട്. നമ്മുടെ വേദവ്യാസൻ്റെ ഭാഗവതത്തിൽ അത് കാണില്ല. എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗുരുവായിട്ടുള്ള ഗർഗമുനി എഴുതിയ ഗർഗഭാഗവതത്തിൽ കൃത്യമായിട്ട് രാധാദേവിയും ശ്രീകൃഷ്ണനും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് വിവരിക്കുന്നുണ്ട്. ഭണ്ഡീരവനം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് സാക്ഷാൽ ബ്രഹ്മദേവനാണ് അത് വിവാഹം നടത്തി കൊടുക്കുന്നതെന്ന് വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത്രയും പ്രേമത്തിൻ്റെ ഉദാത്തമായിട്ടുള്ള സങ്കല്പമാണ് രാധാകൃഷ്ണന്മാർ. അപ്പോൾ നമ്മൾക്ക് ഇത്തരത്തിലുള്ളൊരു പ്രേമമുണ്ട്. പ്രേമം എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറയുന്ന സ്നേഹത്തിൻ്റെ 10 ഇരട്ടി ഉള്ളതിനെയാണ് പ്രേമം പറയുക. കളങ്കമില്ലാത്ത സ്നേഹത്തിനെയാണ് പ്രേമം എന്ന് പറയുക. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾക്ക് ഒരാളോട് സ്നേഹമുണ്ട് അല്ലെങ്കിൽ പ്രേമമുണ്ട്, പക്ഷെ തിരിച്ചിങ്ങോട്ട് കിട്ടുന്നില്ല. അത് വേണമെന്ന ആഗ്രഹമുണ്ട്. എന്താ ചെയ്യുക? ഒരു ടെൻഷനും വേണ്ട. അതിന് കൃത്യമായിട്ടുള്ള ഒരു മന്ത്രമുണ്ട്. ഈ മന്ത്രം നമ്മൾ ജപിക്കുകയാണെങ്കിൽ, നിത്യേന ജപിക്കുകയാണെങ്കിൽ, രാധാകൃഷ്ണന്മാരെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ജപിച്ചോട്ടെ, എന്തായിരിക്കും അവസ്ഥ എന്നറിയാം? കരിങ്കല്ല് പോലത്തെ മനസ്സായ പോലെ ഒരു ഇളക്കം തട്ടും. അവർ നമ്മളോട് സ്നേഹം കാണിച്ചു തുടങ്ങും. ആത്മാർത്ഥമായിട്ട് തന്നെ അവർ നമ്മളെ സ്നേഹിക്കും. എന്ന് വെച്ചാൽ എത്ര വലുതായാലും അതിൻ്റെ മനസ്സലിഞ്ഞ് ഇതാവും എന്നർത്ഥം, നമ്മളോട് താല്പര്യം കാണിക്കുന്നർത്ഥം. അത് ശരീരത്തോടുള്ള മനസ്സിനോടടുക്കും എന്നർത്ഥം. അപ്പോൾ അങ്ങനെ പ്രണയ സാഫല്യം കൊതിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്ത് വേണം? എല്ലാവരും ഒന്നും പാടുന്നില്ല. എന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്ന് ആഗ്രഹിക്കാത്ത ആരായില്ലേ? എല്ലാവർക്കും എന്നോട് ഇഷ്ടം വേണം. പക്ഷെ എന്താണ്? എൻ്റെ സ്വഭാവം ശരിയല്ല. അതല്ല, നമ്മൾ സ്വഭാവം ശരിയാക്കും വേണം. ഈ മന്ത്രം ജപിച്ചുകൊണ്ട് മാത്രം മാറ്റം വരില്ല കേട്ടോ. നമ്മൾ അതിനനുസരിച്ച് തന്നെ നിൽക്കണം. നമ്മളെല്ലാവരോടും തൊട്ടതിനും പിടിച്ചതിനും ബഹളം വെക്കുന്നു, മറ്റുള്ളവരെ പറ്റിക്കുന്നു, മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നു, ദ്രോഹിക്കുന്നു, എന്നിട്ട് പറയും അവർക്ക് ആർക്കും എന്നോട് കണ്ടുകൂടാ, എന്നോട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ കാര്യമുണ്ടോ? പറ്റില്ല. മന്ത്രം ജപിക്കുന്നതിനനുസരിച്ച് നമ്മുടെ സ്വഭാവവും നന്നാക്കാൻ നോക്കണം. സാക്ഷാൽ ആ രാധാദേവിയോടെന്ന പോലെ ശ്രീകൃഷ്ണൻ്റെ അടുപ്പം ഉണ്ടാവണമെങ്കിൽ ആ രാധാദേവിയുടെയും കൃഷ്ണൻ്റെയും അതേ സ്വഭാവം നമുക്കുണ്ടാവണം. കളങ്കമില്ലാത്ത സ്വഭാവമായിരിക്കണം. സ്നേഹത്തോടു കൂടി പെരുമാറണം മറ്റുള്ളവരോട് സ്നേഹത്തോടു കൂടിയും ആദരവോടും ബഹുമാനത്തോടു കൂടി നമ്മൾ പെരുമാറുന്നുണ്ടെങ്കിൽ എത്ര കാര്യരമ്പിൻ്റെ സ്വഭാവമുള്ള ആളായാൽ പോലും അവർക്ക് നമ്മളോട് സ്നേഹമുണ്ടാവും. നിങ്ങൾ ഈ മന്ത്രം ജപിച്ച് നോക്കിക്കോ, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ മന്ത്രം ഏതാണെന്നുള്ളതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അല്ലേ? അത് സാക്ഷാൽ രാധാദേവിയുടെ ഗായത്രി മന്ത്രമാണ്. രാധാഗായത്രി എന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനത് ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ വെക്കാം. ഓം
വൃഷഭാനുജായേ വിദ്മഹേ കൃഷ്ണപ്രിയയേ ധീമഹി തന്നോ രാധ പ്രചോദയാത്. ഓം വൃഷഭാനുജായേ വിദ്മഹേ കൃഷ്ണപ്രിയയേ ധീമഹി തന്നോ രാധ പ്രചോദയാത്. ഈ ഗായത്രി കൃത്യമായി ശ്രദ്ധയോടെ ഭക്തിയോടെ നമ്മൾ അങ്ങോട്ട് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ അവസരത്തിൽ സാക്ഷാൽ കൃഷ്ണൻ്റെ രൂപത്തിന് മുന്നിൽ, കൃഷ്ണൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ചെയ്യുകയാണെങ്കിൽ ഗുണം ഏറെയാണ്. അതേ അവസരത്തിൽ കൃഷ്ണനെ തുളസി കൊണ്ട് അർച്ചന ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിലോ അതിലേറെ ഗുണം കിട്ടുമെന്നർത്ഥം. അപ്പോഴിത് പറ്റുമെങ്കിൽ 108 തവണ ജപിക്കുക, ഇല്ലെങ്കിൽ 21 തവണയെങ്കിലും നമ്മൾ ഒരു ദിവസം ജപിക്കുക, രാവിലെയും വൈകിട്ടും. നോക്കിക്കോളൂ, നിങ്ങളുടെ ജീവിതവും മാറി വരും. ഏതായാലും മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.